നമസ്കാരം. ജോർജിയയിൽ നിന്ന് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു മരണവാർത്തയാണ്. 2 വയസ്സുള്ള ഒരു കുട്ടി ഉറുമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. ഈ സംഭവം നടന്നിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും ആശുപത്രി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ആശുപത്രിയെയും അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ തന്നെ എതിർകക്ഷികളാക്കിയാണ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2 വയസ്സുകാരി വീട്ടിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉറുമ്പ് കടിയേറ്റത്. മായ ഗെറ്റാഹൂൺ എന്നായിരുന്നു ഈ കുട്ടിയുടെ പേര്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴാണ് മാതാപിതാക്കൾ ഈ കുട്ടിയെയും കൊണ്ട് അടിയന്തരമായി അടുത്ത പട്ടണത്തിലുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചത്. ജോർജിയയിലെ സ്റ്റെൽ വില്ലയിലുള്ള പീഡ്മോണ്ട് ഈസ്റ്റ് സൈഡ് മെഡിക്കൽ സെൻ്ററിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. കുട്ടിയെ കടിച്ചത് ഫയർ ആൻഡ് എന്ന് വിളിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം ഉറുമ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഉറുമ്പിനെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല, മണ്ണിലും മറ്റും ഇത് മറഞ്ഞിരിക്കുകയായിരിക്കും. എന്നാൽ ഇത് കടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അത് അലർജി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കുട്ടി ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നൽകേണ്ട മരുന്നിൻ്റെ പേര് എപ്പിനെഫ്രിൻ എന്നായിരുന്നു. ഈ മരുന്നാണ് ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലെത്തുന്ന കുട്ടികൾക്ക് നൽകേണ്ടത്. എന്നാൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് ഏതാണ്ട് 20 മിനിറ്റോളം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരുന്ന് നൽകിയത് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. 20 മിനിറ്റോളം ഈ കുട്ടിയെ അവിടെ തന്നെ എമർജൻസി വിഭാഗത്തിൽ കിടത്തിയിരിക്കുകയായിരുന്നുവെന്നും 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വന്ന് ഈ മരുന്ന് നൽകിയത് എന്നുമാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഈ ആശുപത്രിയിൽ ശരിയായ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. കുട്ടിയുടെ ശരീരഭാഗം ഏതെങ്കിലും തുളച്ച് അതുവഴി ഓക്സിജനോ മരുന്നോ ഒക്കെ നൽകാനുള്ള സംവിധാനം ഒരുക്കേണ്ട സമയമായി എന്നുള്ളതാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. പക്ഷേ ആ സമയത്താണ് അവർ പറയുന്നത് ഇതിനുള്ള സംവിധാനങ്ങൾ ഈ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ട് നേരത്തെ കാര്യം അവർ വെളിപ്പെടുത്തിയില്ല എന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കുട്ടിയെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കാനും കഴിയുമായിരുന്നു. ഏതായാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. തങ്ങളുടെ മകൾ സാവധാനം ഇഞ്ചിഞ്ചായി മരിക്കുന്നത് തങ്ങൾ കാണേണ്ടി വന്നു എന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഡോക്ടർ റിച്ചിസ സലാസർ എന്ന ഒരു ഡോക്ടറാണ് ഈ കുട്ടിയെ ചികിത്സിച്ചിരുന്നത്. ഈ ഡോക്ടറും ചികിത്സയിൽ തികഞ്ഞ അലംഭാവമാണ് കാണിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ട് ഈ ഡോക്ടർ നേരത്തെ തന്നെ കുട്ടിയുടെ ആരോഗ്യനില മോശമാണ് എന്നും ഇവിടെ ഈ കുട്ടിക്ക് ചികിത്സ നൽകാൻ മതിയായ സംവിധാനങ്ങളില്ല എന്ന് വെളിപ്പെടുത്തിയില്ല എന്നുമാണ് മാതാപിതാക്കളുടെ അഭിഭാഷകൻ ചോദിക്കുന്നത്. മാത്രമല്ല, ഈ ഡോക്ടർ സലാസറിനെതിരെ നേരത്തെയും 2 പരാതികൾ ഉയർന്നിട്ടുണ്ട്. 2 ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ പരാതി ഉയർന്നിട്ടുള്ളത്. നേരത്തെ ജോലി ചെയ്യുന്ന 2 ആശുപത്രികളിൽ ഈ ഡോക്ടറുടെ അശ്രദ്ധയും അലംഭാവവും കാരണം 2 രോഗികൾ മരിച്ചിരുന്നു എന്നും ഇപ്പോഴും അതിൻ്റെ പേരിലുള്ള കേസുകൾ തുടരുകയാണ് എന്നുമാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ അഭിഭാഷകൻ ആരോപിക്കുന്നത്. ആശുപത്രി അധികൃതർ കുട്ടിക്ക് എപ്പിഫ്രൈൻ എന്ന മരുന്ന് നൽകുകയോ അതല്ലെങ്കിൽ ശരീരഭാഗം തുറന്ന് മരുന്നോ ഓക്സിജനോ ഒക്കെ നൽകുകയായിരുന്നു എങ്കിൽ കുട്ടി രക്ഷപ്പെടുമായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ വേദനയോടെ പറയുന്നത്. ഏതായാലും ജോർജിയ പോലെയുള്ള ഒരു രാജ്യത്ത്, വളരെയേറെ വികസിതമായ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ആശുപത്രികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് ഉറുമ്പ് കടിയേറ്റു, പക്ഷേ അത് ഈ ഫയർ ആൻഡ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള അല്പം അപകടകാരിയായ ഉറുമ്പ് കടിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിന് മതിയായ ചികിത്സ ഇവരൊന്നുകൊണ്ട് നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏവരെയും ആശങ്കപ്പെടുത്തുന്നത്. കുട്ടിയെ എന്തിനാണ് 20 മിനിറ്റോളം പ്രതിരോധ മരുന്ന് നൽകാതെ അവിടെ തന്നെ കിടത്തിയിരുന്നത് എന്ന കാര്യത്തിലും ഇനിയും ആശുപത്രി അധികൃതർ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇതിലേറ്റവും വിചിത്രമായ കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്രയും കേസും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങൾ മാധ്യമങ്ങൾക്ക് ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുട്ടിയുടെ മരണം ശരിക്കും ഈ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളതിലേക്ക് വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ് ഈ ആശുപത്രി അധികൃതരുടെ ഇപ്പോഴത്തെ ഈ ഒരു നിശബ്ദത എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ഏതായാലും കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും തങ്ങൾ പിന്നോട്ടില്ല എന്നും ഈ ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും എല്ലാം തന്നെ അവർ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കേസ് വിജയം കാണുന്നതുവരെയും തങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മായയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്.